ഇന്നും ഞാനൊരു സദ്യ ഐറ്റം തന്നെയാണ് ചെയ്യുന്നത്. മലബാർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന കുറുക്ക് കാളനാണ്. ഇതുപോലെ ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു കാളനാണ്. ഇതൊരു ചമ്മന്തി കണക്കിരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചേന, 1 കപ്പ് പച്ചക്കായ തൊലിയെല്ലാം കളഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇതൊക്കെ വലിയ പീസായിട്ട് വേണം മുറിക്കാനായിട്ട്. ഇതുപോലെ ചേന അതുപോലെ തന്നെ വലിയ പീസായിട്ടാണ് മുറിച്ചേക്കുന്നത്. അപ്പോൾ നല്ല വേകുന്ന ചേനയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കായും ചേനയും വെച്ചും ഉണ്ടാക്കാം, ചേന തന്നെ വെച്ചിട്ടും ഉണ്ടാക്കാം, കായ തന്നെ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് രണ്ടും ഞാൻ 1 കപ്പാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ലപോലെ ലോ ആക്കിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി അതിനകത്ത് വെള്ളം ഒന്ന് വറ്റി വരണം. വെള്ളം വറ്റുന്നതനുസരിച്ച് കഷ്ണങ്ങളും വേകും. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് വേണം. 3/4 കപ്പ് തൈര്. ഇത് തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ തൈരിന് ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഒരു തൈരിൻ്റെ ഒരു ടെക്സ്റ്റർ എന്ന് വെച്ചാൽ പിരിപിരാന്നുള്ള, അപ്പോൾ അതൊരു സ്മൂത്തി ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിക്കുന്നത്. ഒരുപാട് നേരം ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓണാക്കുക, അപ്പോൾ തന്നെ ഓഫാക്കുക. ഇത് കണക്കെ ഇപ്പോൾ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. കഷ്ണങ്ങൾ എന്തായി നോക്കാം. കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട് ഇതിൻ്റെ വേവ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പച്ചക്കായും ചേനയൊക്കെ ആണല്ലോ, അപ്പോൾ അത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കത്തില്ല. നെയ്യ് ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് അങ്ങോട്ട് ചേർത്തപ്പോൾ എന്താ നല്ല മണം, ഒരു സദ്യയുടെ ഫീൽ വരുന്നുണ്ട്. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ചട്ടിയിൽ അങ്ങനെ അധികം കഷ്ണം പിടിക്കത്തില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് അടിച്ചു വെച്ചിരിക്കുന്ന തൈരാണ്. അതൊഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കഷ്ണം വേഗത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റാണ് വേണ്ടത്. ഇങ്ങനെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. തൈര് ഒഴിക്കുമ്പോൾ കഷ്ണം വെന്തതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാൻ പാടുള്ളൂ. ഇനി ഈ തൈരും ഒന്ന് വറ്റി വരണം. നമ്മൾ കുറുക്ക് കാളനല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ വെള്ളം ഒട്ടും തന്നെ പാടില്ല. ഇനി ഇതിലേക്കൊരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് തേങ്ങ ചേർക്കുമ്പോൾ കുറച്ച് അധികം വേണം. 1/4 കപ്പ്. ഏകദേശം ഒരു വലിയ തേങ്ങയുടെ ഒരു പകുതി മുറിയോളം ഉണ്ട്. 1/4 ടീസ്പൂൺ ജീരകം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഇല്ലാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട്. കല്ലിലൊക്കെ അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കാണ്ട് നല്ല കട്ട പോലെ അരച്ചെടുക്കണം. നമുക്ക് മിക്സിയിലാകുമ്പോൾ വെള്ളം ഇല്ലാണ്ട് അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 1/4 കപ്പ് ഒഴിക്കുന്നത്. അത് അത്ര അരയ്ക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കും കേട്ടോ. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ പിന്നെ ഒഴിച്ചായിരുന്നു. ഇപ്പോൾ ഇതാ തൈര് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരു പെരണ്ട പരുവമായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം തേങ്ങ ചേർക്കാം. ഇതിൽ തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആട്ടോ. ഇതിൽ നല്ലപോലെ തേങ്ങ വേണം. ഇതിനേക്കാളും അധികം തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു സാധനം ചേർക്കാൻ മറന്നുപോയി. പച്ചമുളകാണ്. അത് തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടണമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ കീറിയിടുക. ഒരുപാട് പച്ചമുളകിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ്. ഇത് അത്ര എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ അതിങ്ങനെ രണ്ടായിട്ടൊന്ന് കീറിയിടാം. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണേന്. കുറച്ച് കറിവേപ്പില ഉണ്ടോ. ഒരു ചമ്മന്തി കണക്കായിട്ടുണ്ട്. ഇത് ചട്ടിയിൽ ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വെള്ളം ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് തന്നെ ബാക്കിയും കൂടെ വറ്റിക്കോളും. അപ്പോൾ നല്ല ഓൾറെഡി കട്ടയാണോ ഇത് കണ്ടോ. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വറുത്തിടണം. ഇനി ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ നന്നായിട്ട് ചൂടാകണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു വറ്റൽമുളക്. സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില. ഇത് ഈ കാളനിലേക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് ഉടനെ ഒന്ന് അടച്ചു വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കാം.
ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചമ്മന്തി കണക്കിരിക്കണം. ഇപ്പോൾ ചൂടുണ്ട്, ചൂടാറിക്കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടെ കട്ടയാവും. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. നമ്മളത് വീഴാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മുല്ലേട്ടൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മലബാർ രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇവിടെ കാളൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ ഇത് ചമ്മന്തി കണക്കിരിക്കും. അങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്. എൻ്റെയൊക്കെ നാട്ടിൽ ഇത് കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അരച്ച് ചേർത്തേക്കുന്ന തേങ്ങയ്ക്കകത്ത് കുറച്ചും കൂടെ വെള്ളം ചേർക്കും. അതുപോലെ വറുത്തിടുമ്പോഴത്തേക്കും കടുകിൻ്റെ കൂട്ടത്തിൽ ഉലുവയും കൂടെ പൊട്ടിച്ചേർക്കും. അപ്പോൾ ഇതുപോലെ ഈ സദ്യക്ക് എല്ലാവരും ഒന്ന് കുറുക്ക് കാളൻ ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല ടേസ്റ്റാന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരുമല്ലോ. ആ ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.